ഹലോ വെൽക്കം ബാക്ക് എവരിബഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ ബൂട്ടിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ക്ലോക്ക് ടൈം ഇഷ്യൂ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആൻഡ് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് സൊല്യൂഷനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. മെത്തേഡ് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എല്ലാ കമ്പ്യൂട്ടറുകളിലും രണ്ട് ക്ലോക്കാണുള്ളത്. ഒന്നൊരു ഹാർഡ്വെയർ ക്ലോക്കും ഒന്നൊരു സിസ്റ്റം ക്ലോക്കും. ഓക്കെ, ഈ സിസ്റ്റം ക്ലോക്ക് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കയ്യിലാണ്. ഓക്കെ, ആൻഡ് ഈ ഹാർഡ്വെയർ ക്ലോക്ക് എന്താണ്? ഹാർഡ്വെയർ ക്ലോക്ക് നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ക്ലോക്കാണ്. അത് ഓൾറെഡി നമ്മുടെ ഹാർഡ്വെയറിൽ വരുന്നൊരു ക്ലോക്കാണ്. ഓക്കെ, ഈ ഹാർഡ്വെയർ ക്ലോക്ക് നമ്മുടെ PC ഓഫ് ആവുന്ന സമയത്ത് ഓഫ് ആവുന്നില്ല, അത് സ്റ്റിൽ റൺസ് ഓൺ. നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഈ സിസ്റ്റം ക്ലോക്ക്, അതായത് OSലുള്ള സിസ്റ്റം ക്ലോക്ക് എവിടെ നിന്നാണ് ടൈം ഫെച്ച് ചെയ്യുന്നത്? ഈ ഹാർഡ്വെയർ ക്ലോക്കിൽ നിന്നാണ് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എടുക്കുന്ന രണ്ട് സിസ്റ്റം എന്താണ്? ഒന്ന് ലിനക്സ് ആണ്, ഒന്ന് വിൻഡോസ് ആണ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളുടെ ഇഷ്യൂ. ഇവരെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിൻഡോസിനാണെങ്കിൽ ഈ ഹാർഡ്വെയറിലുള്ള ടൈമിനെ നമ്മൾ ലോക്കൽ ടൈം എന്ന് പറയും. ലോക്കൽ ടൈം ആയിട്ടാണ് എടുക്കുക. അപ്പം എന്താ എടുക്കുന്നത്? ഈ സിസ്റ്റം ക്ലോക്ക് ഡയറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ എടുത്തിട്ട് അതാണ് നമുക്ക് ഡിസ്പ്ലേ തരുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് യാതൊരു മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ലിനക്സിൻ്റെ കേസിൽ ലിനക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലിനക്സ് ഇതിനെ UTC എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്, അതിലേക്കാണ് എടുക്കുന്നത്. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് ടൈം ഉണ്ടാവും, ഒരു ഓഫ്സെറ്റും ഉണ്ടാവും. ഈ ഓഫ്സെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ നമ്മൾ ഈ കൊൽക്കത്ത, ചെന്നൈ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്യാറുണ്ടല്ലേ. അപ്പം അത് ഈ ഓഫ്സെറ്റാണ്. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കൊൽക്കത്തയാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ 5 hours 30 minutes, അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം ലിനക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് ടൈം എടുക്കുന്നു, അതിനകത്തേക്ക് ഈ ഓഫ്സെറ്റ് ആഡ് ചെയ്യുന്നു, അതാണ് സിസ്റ്റം ടൈം. ഓക്കെ, അപ്പം ഹാർഡ്വെയർ ക്ലോക്കിലുള്ള ടൈം എടുക്കുന്നു, ഓഫ്സെറ്റ് ആഡ് ചെയ്യുന്നു, ദാറ്റ്സ് സിസ്റ്റം ടൈം ഫോർ ലിനക്സ്. ആൻഡ് വിൻഡോസിൻ്റെ കേസിലോ ഡയറക്റ്റായിട്ട് ഹാർഡ്വെയർ ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിനക്സിനെ വിൻഡോസിൻ്റെ സൈഡ് ബൈ സൈഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈമൊക്കെ സെറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഹാർഡ്വെയർ ക്ലോക്കിൻ്റെ മുകളിലും കോൺഫിഗറേഷൻ നടക്കുന്നുണ്ട്. ആ കേസിൽ UTC ആണ് അവിടെ സെലക്ട് ആവുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഹാർഡ്വെയർ ക്ലോക്കിൽ എപ്പോഴും ബേസ് ടൈമേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പം ഞാനൊരു 5:30 PM ഞാനിപ്പോൾ ഈ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം നമ്മൾ ഹാർഡ്വെയർ ക്ലോക്ക് മാറിയിട്ട് 12 PM ആവും. 12 PM + 5:30 ആണ് നമുക്ക് എന്ത് വരുന്നത്? 5:30 PM എന്ന് വരുന്നില്ലേ. അപ്പം അതുകൊണ്ട് 12 PM ആവും എന്തിൽ? ഹാർഡ്വെയർ ക്ലോക്കിൽ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോഗ് ഔട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ടൈം നോക്കിയാൽ എന്താ കാണുക? അത് 12 PM ആയിരിക്കും. കാരണം ഹാർഡ്വെയർ ക്ലോക്കിൽ എത്രയാണ് ടൈം വന്നിരിക്കുന്നത്? 12 PM ആണ് ടൈം വന്നിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് ഇഷ്യൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയും മാറും, ലിനക്സിലും അതുപോലെ തന്നെ മാറും. ഓക്കെ, ഇപ്പോൾ വിൻഡോസിൽ കയറി നമ്മൾ വിൻഡോസിൽ ടൈം എന്ത് ചെയ്തു? ടൈം സിങ്ക് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബേസ് ക്ലോക്കിൽ ടൈം മാറി. അപ്പോൾ ബേസ് ക്ലോക്കിൽ ടൈം മാറി നമ്മൾ പിന്നെ ലിനക്സിൽ കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പം സമയം ഒരു 8 മണിയാണെന്ന് വിചാരിക്കും, 8 PM. ഓക്കെ, അപ്പോഴാണ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വിൻഡോസിൽ ചെയ്തത്. അപ്പം ഹാർഡ്വെയർ ടൈമിലും എത്രയായിരിക്കും? 8 PM തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ലിനക്സിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലിനക്സ് എന്താണെന്ന് വെച്ചാൽ അത് കണക്കാക്കുക ബേസ് ടൈം. അപ്പോൾ 8 PM ബേസ് ടൈം ആയിട്ട് കൂട്ടിയിട്ട് അതിനോട് 5:30 കൂട്ടിയിട്ടുള്ള ടൈമായിരിക്കും നമ്മൾ ആര് തരിക? നമുക്ക് ലിനക്സ് തരിക. അപ്പം ഇതാണ് നമ്മളിവിടെ കണ്ടുവരുന്ന ഈ ഇഷ്യൂ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസിന് എന്ത് ചെയ്യണം? വിൻഡോസിൽ UTC ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ ആക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ലിനക്സിനെ RTC ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സാണ് ചെയ്യാനുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്താൽ തന്നെ ഇഷ്യൂ റിസോൾവ് ആവുന്നതാണ്. അപ്പം നമുക്കിവിടെ ലിനക്സിന് RTCയിലേക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കോഡ്, ഒരു കമൻറ്റ് മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമൻറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ ഇഷ്യൂ റിസോൾവ് ആയി കിട്ടും. ഈ ലിനക്സിലുള്ള കമൻറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് അവർ ഹാൻഡ്സ് ഡർട്ടി. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യണം. സൂപ്പർ കീ +T ഞെക്കി കഴിഞ്ഞാൽ ഷോർട്ട് കട്ടാണ് ടെർമിനൽ, വിൽ ഗെറ്റ് ഇറ്റ്. ദെൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൈം ഡേറ്റ് കൺട്രോളർ എന്ന് വിളിക്കണം. സോ ടൈം ഡേറ്റ്
CTL control, ആൻഡ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ലോക്കൽ RTC 1, അതായത് നമ്മുടെ ഇഷ്യൂ ലോക്കലും നമ്മളുടെ ഇഷ്യൂ ആയിട്ട്. ആൻഡ് നമ്മൾ ഓൾസോ ഈ ചേഞ്ച് നമ്മൾ എന്തിലും അഡ്ജസ്റ്റ് ചെയ്യണം, സിസ്റ്റം ക്ലോക്കിലും ചേഞ്ച് ചെയ്യണം അല്ലേ. സോ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യാണ്. അഡ്ജസ്റ്റ് സിസ്റ്റം ക്ലോക്ക്. ഇത്തരം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഡേറ്റ് കൺട്രോളിനെ ഒന്നുകൂടെ വിളിക്കാം. സോ അത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലിസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഹിയർ ലോക്കൽ ടൈം ഉണ്ട്, യൂണിവേഴ്സൽ ടൈം ഉണ്ട്, RTC ടൈം ഉണ്ട്, എവറിത്തിങ് ഈസ് ദർ. സോ ദാറ്റ്സ് ഹൗ യു വിൽ ഡു ഇറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.